ഈ ഫാസിസ്റ്റ് ശക്തികളെ അധികാരത്തിൽ നിന്ന് മാറ്റണമെന്ന ഒറ്റ ലക്ഷ്യത്തിൽ ഇന്ത്യ ഒന്നായിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി അവരുടേതായ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ യഥാർത്ഥത്തിൽ ശബ്ദമുയർന്ന ലെഫ്റ്റ് മാത്രമേ ഉള്ളൂ. ഞങ്ങളങ്ങനെ ജാതി മതം തിരിച്ചല്ല. ലെഫ്റ്റിൻ്റെ ഒരു പൊളിറ്റിക്കൽ പ്രോസസ്സിൽ അതൊരു പ്രശ്നമല്ല. ഇതിൽ പ്രധാനപ്പെട്ട സംസ്ഥാന സർക്കാരിനേക്കാൾ റോള് കേന്ദ്ര സർക്കാർ. നിയമപ്രശ്നങ്ങളാണ്. ഇന്ത്യയുടെ സാമ്പത്തിക നയങ്ങൾക്കെതിരെ ലെഫ്റ്റ് മാത്രമേ ഉള്ളൂ. കൾച്ചറൽ നയങ്ങൾ ലെഫ്റ്റ് മാത്രമേ ഉള്ളൂ. ബാക്കി അവരുടേതായ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ യഥാർത്ഥത്തിൽ ശബ്ദമുയർന്ന ലെഫ്റ്റ് മാത്രമേ ഉള്ളൂ. ജനങ്ങളുടെ മനസ്സിൽ അതുകൊണ്ട് ലെഫ്റ്റ് പൊളിറ്റിക്സ് വളർന്നു വരികയാണ്. അതിൻ്റെ ലക്ഷണങ്ങൾ ധാരാളം കാണാനുണ്ട്. ഈ ഒറ്റ തിരഞ്ഞെടുപ്പിൽ വോട്ടിൽ പ്രതിഫലിക്കുമോ എന്ന് അതല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ ഇതെല്ലാം കാണുമ്പോൾ ഇത് ലെഫ്റ്റ് പണ്ട് പറഞ്ഞിരുന്നതും ലെഫ്റ്റിൻ്റെ പ്രത്യയശാസ്ത്രവും വെച്ച് നോക്കുമ്പോൾ ആൾട്ടർനേറ്റീവ് ലെഫ്റ്റാണ് ജനങ്ങൾ മനസ്സിലാക്കി വരികയാണ്. ഏറ്റവും പ്രധാനമായിട്ട് BJP അധികാരത്തിന് മാറ്റുക എന്നുള്ളതാണ്. കാരണം അത് രാജ്യത്തെ ഫാസിസത്തിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ ആ ശക്തിയെ മാറ്റുക എന്നുള്ളതില്ല ഒരു കൂട്ടായ്മയാണ് നമ്മൾ കണ്ടുവരുന്നത്. ആ കൂട്ടായ്മയുടെ ഫസ്റ്റ് ലക്ഷ്യം BJPയെ വർഗീയ ശക്തികളെ ഫാസിസ്റ്റ് ശക്തികളെ അധികാരത്തിൽ മാറ്റുക എന്നുള്ളതാണ്. ആ ലക്ഷ്യത്തിൽ ഇന്ത്യ ഉറച്ചു നിൽക്കുക. അത് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾ ഒന്നിച്ച് നിൽക്കുകയാണ്. വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിലൂടെയും ഞാൻ നേരത്തെ പറഞ്ഞ അല്ലാതെയും അവർക്ക് പിന്തുണ നൽകിക്കൊണ്ട് ഈ ഫാസിസ്റ്റ് ശക്തികളെ അധികാരത്തിൽ നിന്ന് മാറ്റണമെന്ന ഒറ്റ ലക്ഷ്യത്തിൽ ഇന്ത്യ ഒന്നായിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളങ്ങനെ ജാതി മതം തിരിച്ചല്ല. അതായത് ഒരു വർഗപരമായ നിലപാട് എന്ന രീതിയിൽ മനുഷ്യരായി ജനിക്കുന്നവർക്കൊക്കെ ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിൽ അവർ ലെഫ്റ്റ് ആവുകയാണ്. കാരണം അസമത്വം വരുന്ന സമയത്ത് ഒരു പൊളിറ്റിക്കലായിട്ട് അവർക്ക് ഒരു പ്രതീക്ഷ ഉള്ളത് ലെഫ്റ്റിൽ മാത്രമാണ്. അങ്ങനെയാണ്. അല്ലാണ്ട് ജാതി മതവും തിരിച്ച് ലെഫ്റ്റിനെ എല്ലാ ജാതിയിലുള്ള എല്ലാ മതത്തിലുള്ളവർ ലെഫ്റ്റിൽ വിശ്വസിക്കുന്നു. അങ്ങനെയാണ്. അല്ല, അവർ മത്സരിക്കുക, എല്ലാവർക്കും അവകാശമുണ്ട്. ജനാധിപത്യ പ്രക്രിയയാണ്, മത്സരിച്ചോട്ടെ. പക്ഷേ അതൊന്നും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രതികൂല സാഹചര്യം സ്വാഭാവികമായിട്ടുണ്ടാകുന്ന സാഹചര്യമാണ്. ആ സാഹചര്യം ഉണ്ട് എന്നുള്ളത് കൊണ്ട് അതിനെ അഡ്രസ്സ് ചെയ്യണം എന്നുള്ളതാണ് ജനപ്രതിനിധി ആവാൻ പോകുന്ന ഒരാളുടെ മുന്നിലെ പ്രശ്നം, ആരായാലും. അപ്പോൾ അതിനെ അഡ്രസ്സ് ചെയ്യാൻ എന്താ വഴി എന്നുള്ളതാണ് ആലോചിക്കുന്നത്. പ്രശ്നം നിലവിലുണ്ട്, സ്വാഭാവികമായിട്ടുണ്ട്. അഡ്രസ്സ് ചെയ്യാൻ ധാരാളം വഴികളുണ്ട്. സ്വാഭാവികമായി നൈസർഗിക വനം ഉണ്ടാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അതിൻ്റെ വഴി. പിന്നെ അതുപോലെ താഴേക്ക് ഇറങ്ങാതിരിക്കാനോ പല ഫെൻസിങ് പരിപാടികളുണ്ട് എന്നുള്ള രണ്ടാമത്തെ വഴി. മൂന്നാമത്തത് നൈസർഗിക വനത്തിൽ ആവശ്യമായ ഭക്ഷണവും വെള്ളമൊക്കെ കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടാവുക. നാലാമത്തെ വഴി നമ്മൾ വിജിലൻ്റായിരിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട നിലവിലുള്ള നിയമങ്ങൾ മാറുക എന്നുള്ളത്. കേന്ദ്ര സർക്കാരാണ് പ്രധാനമായിട്ട് നിയമങ്ങൾ മാറ്റേണ്ടത്. അതിനുവേണ്ടി സമ്മർദ്ദം ചെലുത്തണം. അപ്പോൾ ഇതെല്ലാം കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഈ പ്രശ്നം പരിഹരിക്കാവുന്നതേ ഉള്ളൂ. ഇതിൽ പ്രധാനപ്പെട്ട സംസ്ഥാന സർക്കാരിനേക്കാൾ റോള് കേന്ദ്ര സർക്കാർ. നിയമപ്രശ്നങ്ങളാണ് ഇവിടെ. അഡ്രസ്സ് ചെയ്യുന്ന എപ്പോഴും നിയമം അനുകൂലമാവണം.